ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. കുക്കിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ വലിയ ഏട്ടൻ്റെ വീടിൻ്റെ വാർപ്പായിരുന്നു കേട്ടോ ശനിയാഴ്ച. അപ്പോൾ അന്നെടുത്ത ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതാ നെയ്ച്ചോറും ചിക്കനൊക്കെയാണ് കേട്ടോ വാർപ്പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഞങ്ങൾ തലേന്ന്, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ സിറ്റ് ഔട്ടിൽ, എൻ്റെ വീട്ടിലാട്ടോ അത്, സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ ചിലവർക്ക് നേരത്തെ കൊടുത്തു. പിന്നെ അന്ന് സ്പെഷ്യൽ പ്രത്യേകിച്ചൊന്നുമില്ല, മോരുകറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു, പിന്നെ കായപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ചോറുണ്ടിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. കണ്ണനും പുട്ടാലു അതുപോലെ തന്നെ അമ്പുടുത അതാ അവിടെ ഇരിക്കുന്നു, ചെറിയ ഏട്ടൻ്റെ മോനാട്ടോ അത്. പിന്നെ ഇത് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ നെയ്ച്ചോറും ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സവാള അരി കേട്ടോ. ഇത് അമ്മേൻ്റെ അനിയത്തീൻ്റെ ഭർത്താവാണ് കേട്ടോ, ശശിയച്ചാറയും. അവരുടെ വീട് ചുങ്കത്രയാണ്. പിന്നെ ഈ ബ്ലൂ കളറുള്ളതാണ് അമ്മേൻ്റെ അനിയത്തി, മറ്റത് ഏട്ടൻ്റെ വൈഫ് വർഷ. അപ്പോൾ അതാ ഞങ്ങൾ പുറത്താണ് വെക്കുന്നത്. ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 13 കിലോ ചിക്കനാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ആദ്യം തന്നെ വറുത്തച്ചായിരുന്നു കേട്ടോ, അതിൽ തന്നെ വറുത്തച്ചായിരുന്നു ശശിച്ച. പിന്നെ അതാ അവർക്കുള്ള കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞി 3 കിലോ വെച്ചിട്ടാണ്. പിന്നെ രാവിലെ അമ്പലത്തിൽ പൂജയൊക്കെ കഴിച്ചിരുന്നു, അതിൻ്റെ പ്രസാദമാണ് കേട്ടോ അത്. ഇത് കടലക്കറിയാണ്. പിന്നെ ഇത് ഇന്നലത്തെ മോരുകറിയാണ്. ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. അതാണിത്, പുട്ട് പൊടിപ്പിച്ച പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അതാ കുറേ പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പണിക്കാർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കിണ്ണങ്ങളും കുണ്ടുള്ള പാത്രങ്ങളും, അതുപോലെ തന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട്, ഉണക്കമീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിയൊന്നും അവരങ്ങനെ കഴിക്കൂല പറഞ്ഞപ്പോൾ പിന്നെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അവർക്കൊക്കെ പച്ചമുളക് ഉള്ളിയും കൂടെ സുർക്കയിലിട്ടിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ അതാ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് ഇതുപോലത്തെ പ്ലാവില കൊണ്ട് കുമ്പിളുത്തിയതാട്ടോ. ഇത് പിന്നെ സർലാസിക്ക് കട്ട് ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ അതാ ഇവിടെ വാർപ്പിനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഇതുപോലെ നോക്കിയാൽ തന്നെ കാണും കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ മെഷീനൊക്കെ കൊണ്ടുവന്ന് സിമെൻറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. നമ്മുടെ പറമ്പ് തന്നെയായിരുന്നു, റബ്ബറായിരുന്നു, അവിടെ മുറിച്ചിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചതാട്ടോ. ഇതിൻ്റെ അമ്മമ്മയാണേ, അമ്മേൻ്റെ ഏട്ടത്തി കൊല്ലത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുമായിരുന്നേ. പിന്നെ എന്താ നമ്മുടെ ചിക്കനൊക്കെ ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് ഇതിൻ്റെ ചെറിയ അമ്മായിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പപ്പാന്ന് ഞങ്ങൾ വിളിക്കൽ, മാമാന്നൊന്നും വിളിക്കലില്ല കേട്ടോ, പപ്പാന്നാണ് വിളിക്കൽ. അപ്പോൾ പപ്പ ഇങ്ങനെ പറയുമായിരുന്നു, വെള്ളം മുക്കണമൊക്കെ കാണിച്ചപ്പോൾ ആരും വെള്ളം മുക്കലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്ടേ. ഇതിൻ്റെ ചെറിയച്ഛനാണ്, അച്ഛൻ്റെ അനിയൻ. പിന്നെ അപ്പുറത്ത് നിന്നത് ചെറിയമ്മ കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ മല്ലിപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചെടുത്തതാട്ടോ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചതയ്ക്കല്ല കേട്ടോ, അരിഞ്ഞിടുകയാണ്. അപ്പം അത് ഇടാനായിട്ടില്ല, ഇതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ കേട്ടോ. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ശശിച്ച വെക്കാനൊക്കെ പോകും കേട്ടോ. പിന്നെ സദ്യ ഉണ്ടാക്കും കല്യാണത്തിനൊക്കെ, അതുപോലെ തന്നെ ഇതേപോലെ നെയ്ച്ചോറും കടായിയൊക്കെ നല്ല അസലായിട്ട് വെക്കും. പിന്നെ അതാ ഒരു പാക്കറ്റ് ചിക്കൻ മസാല ഇട്ടു, 2 പാക്കറ്റ് ഇടുന്നുണ്ട് കേട്ടോ. 2 പാക്കറ്റ് ചിക്കൻ മസാല ഇട്ടു. അപ്പോൾ ഈ പൊടി ഇട്ട് കൊടുക്കണതാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ ഭർത്താവാണ് ശശിച്ചൻ കേട്ടോ. അപ്പോൾ അവരുടെ വീട് ചുങ്കത്രയാണ്. അപ്പോൾ അജിതമ്മ തന്നെയാണ് കേട്ടോ അതിങ്ങനെ ഇട്ട് കൊടുക്കണത്. പിന്നെ ഒരു പാക്കറ്റ്, 1.5 പാക്കറ്റ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക് കീറിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ശശിച്ച പറയണതനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, അജിതമ്മന്നെ ഇട്ട് കൊടുക്കണത്. പിന്നെ ഇത് കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്ച്ചോറിക്കാകുമ്പോൾ കുറച്ച് കറിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, പറ്റ വെള്ളം ഇതാക്കിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്.
പിന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കട്ടോ. പിന്നെ അത് എൻ്റെ മാമനാണ് കേട്ടോ, അമ്മയ്ക്ക് ഒരാങ്ങളേ ഉള്ളൂ, മാമനാണ്, മാമൻ്റെ മോനാണിത് കേട്ടോ, സച്ചു. അവന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു, ഓനെ ഞാൻ വീഡിയോയിൽ കാണിക്കും എന്നൊക്കെ. ഇതിൻ്റെ അച്ഛനാണ് കേട്ടോ. പിന്നെ നമ്മുടെ സച്ചുവിൻ്റെ ചാനലിൻ്റെ പേര് സച്ചു ടെക് എന്നാണ് കേട്ടോ. അതൊന്ന് കയറി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ അവർ ഒരു 11-11:30 ആയപ്പോഴത്തേന് കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കനൊക്കെ ഒന്ന് നോക്കിട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി ആകുമ്പോഴത്തേന് റെഡി ആവും കേട്ടോ. പിന്നെ ഒന്ന് അടച്ചു വേവിച്ചു. എൻ്റെ വീടിൻ്റെ ഒക്കെ ചുറ്റും റബ്ബറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും, തൈമരം വെച്ചതായിരുന്നു. ഇപ്പോൾ വെട്ടലൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ അതാ പിന്നെ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്, വാങ്ങി വെച്ചു കേട്ടോ. എന്നിട്ടാണ് ക്യാപ്സിക്കനും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിനയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഒക്കെ ശശിച്ചെന്നെ ഇളക്കണം കേട്ടോ, ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ശശിച്ച. അപ്പോൾ ഇനി അടുത്തുണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചു കേട്ടോ. പിന്നെ പൊരിച്ചൊക്കെ വെക്കുമ്പോൾ ശശിച്ച അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അരിച്ച് ചേർക്കുക, അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പം ഇതിപ്പോൾ അങ്ങനെ ജസ്റ്റ് പൊരിക്കാതെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് വീടിൻ്റെ മുകൾ വശം. അപ്പോൾ അവിടെ സച്ചു തന്നതാട്ടോ വീഡിയോസൊക്കെ. ഇതാണ് എൻ്റെ വലിയ ഏട്ടൻ, അതുപോലെ തന്നെ മാമയാണ് കേട്ടോ അത്. പിന്നെ അതാ നെയ്ച്ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ അരി 10 കിലോനാട്ടോ വെക്കണത്. പിന്നെ അതിലേക്ക് ഏലക്കായയും പട്ടയും പൂവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പാക്കറ്റ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തു. അമ്മയാണ് കേട്ടോ അരി ഇടുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുമായിരുന്നു അടച്ച് വെക്കണ്ടേന്നൊക്കെ. അപ്പോൾ ശശിച്ച പറഞ്ഞു അടച്ച് വെക്കണ്ട, അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊക്കെ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ മിക്കവാറും അടച്ചാണ് വെക്കൽ. പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോൾ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റാട്ടോ ശശിച്ചേൻ്റെ നെയ്ച്ചോറും കടായും. പിന്നെ എന്താ ഒരു ഏകദേശം വേവൊക്കെ ആയപ്പോൾ ക്യാരറ്റ് നുറുക്കി കൊടുത്തത് അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 3/4 വേവൊക്കെ ആയപ്പോഴത്തേന് വാങ്ങി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ഇരുന്ന് വെന്തോളം എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതുമായി. ഇനി അതിലേക്ക് കുറച്ച് RKGയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാ കണ്ടോ, ഒന്ന് മെൽറ്റാവാൻ വേണ്ടി ആ ചൂടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് അവിടെ അടച്ചു വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കണ സമയത്തൊക്കെയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, കുറച്ച് വാർപ്പിൻ്റെ സമയമൊക്കെ കുറച്ചാണ് കഴിഞ്ഞപ്പോഴത്തേന് മഴ പെയ്യൽ തുടങ്ങിട്ടോ. മഴ പെയ്തപ്പോൾ കുറച്ച് നേരം നിൽക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നിന്നു. ഇതിൻ്റെ 2ാമത്തെ അമ്മായിയാണ് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ വന്നതാണ്. വലിയ അമ്മായി വന്നിട്ടില്ല. വലിയമ്മായിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അവരൊന്നും വന്നിട്ടില്ല. ഇത് എൻ്റെ ചെറിയ അമ്മായിൻ്റെ മകളെ കുട്ടി, അതും ഇതും കേട്ടോ. 3 ആളുണ്ട്. ഒരു ത്രിബിൾസാണ് കേട്ടോ. അച്ചു, അനു, അപ്പു പേര്. ഇവരിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതാ ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേന് വാർപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങുകയാണ് കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിലത്തെ അമ്പലമാണ് കേട്ടോ. അതാ കണ്ടോ, സാധനങ്ങളൊക്കെ കയറ്റി മുകളിലേക്ക് കയറ്റാൻ. എൻ്റെ വീടൊരു എന്താ പറയുക, ഒരു കുണ്ടിലാണ് കേട്ടോ. ഇതിൻ്റെ തറവാട് വീടാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ പാടെ കൂടിയങ്ങാണ്ട് ഇതൊന്ന് ഞങ്ങളെ അടുത്തുള്ള പാടത്തേക്ക് പോയതാണ് കേട്ടോ. അടുത്ത പറഞ്ഞാൽ കുറച്ച് താഴെ തന്നെ അവിടെ പോയതാണ്. അവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ. ഇപ്പോൾ വെള്ളം ഉണ്ടല്ലോ കുറച്ചൊക്കെ. കണ്ടോ, അപ്പം കണ്ടതാണ് മയിലിനെയൊക്കെ. അവരെടുത്തോടുന്നതാണ് കേട്ടോ. പിന്നെ അജിതമ്മയും കൂടെ പോയെന്നു കേട്ടോ അവരുടെ കൂടെ, ഒറ്റയ്ക്കല്ല. ഇത് പപ്പ കണ്ടോ, പപ്പ പാത്രം കഴുകണത് എടുക്കുക, അതൊക്കെ കാണിക്കണ്ടേ പിന്നെ എന്നൊക്കെ പറഞ്ഞുകാണ്ടേ പപ്പ ഞാൻ കഴുകണതൊക്കെ ആക്കി കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ പപ്പ ഭയങ്കര വിറ്റാട്ടോ ആള്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ കൊലയിമലൊക്കെ ഇരിക്കുകയാണ്, ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ സന്ധ്യയൊക്കെ ആവാൻ നേരത്തുള്ള വീഡിയോ ആണ്.
അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്